വെല്ലുവിളിക്കുകയാണ് ചൈന. വരാനുള്ളത് പുതിയ ലോകക്രമമോ? തങ്ങൾക്ക് ആരെയും ഭയമില്ലെന്ന് അമേരിക്കയെ വെല്ലുവിളിച്ച് ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നും അടക്കം 27 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ചായിരുന്നു ചൈനയുടെ ഈ പരസ്യ വെല്ലുവിളി. ഇത് ഇന്ത്യയും റഷ്യയുമായി കൈകോർത്തുള്ള പുതിയൊരു ലോകക്രമത്തിൻ്റെ ആരംഭമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ അമേരിക്കൻ താരിഫ് ഉണ്ടാക്കുന്ന നഷ്ടം നികത്താൻ ചൈനയുമായുള്ള കൂട്ടിലൂടെ ഇന്ത്യക്ക് സാധിക്കുമോ എന്നത് ഇപ്പോഴും വലിയ ചോദ്യമാണ്. അജയ് സുധാബിജു വിവരങ്ങൾ നൽകും. അജയ്, ഈ പറയുന്നത് പോലെ ഇന്നത്തെ ആ പരേഡ് അതൊരു ഭീമൻ പരേഡായിരുന്നു. പുടിനെയും കിം ജോങ് ഉന്നിനെയും എല്ലാം കൂടെ ഇരുത്തി ഷീ ജിൻപിങ് ഒരു പ്രഖ്യാപനവും നടത്തുന്നു, ആരും ഭയപ്പെടുത്താൻ വരണ്ട എന്നുള്ളത്. അത് കൃത്യമായും അമേരിക്കയ്ക്കുള്ള വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇപ്പോൾ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതുകൊണ്ടൊക്കെ കഴിയുമോ ഈ താരിഫ് യുദ്ധം മറികടക്കാൻ ഈ രാജ്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ചും ഇന്ത്യക്ക്? എൽദോ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, ചൈനയുടെ ഇന്നത്തെ വെല്ലുവിളി. അത് പ്രധാനമായിട്ട് നമ്മൾ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചൈനയേക്കാൾ വലിയ ശക്തിയായിട്ടുള്ള ജപ്പാന്റെ ചൈനയിലേക്കുള്ള കടന്നുവരവ്, അതിനെ ചെറുത്തു തോൽപ്പിച്ചതിൻ്റെ 80ാമത്തെ വാർഷികമാണ് ഇന്ന് ചൈന ആഘോഷപൂർവ്വം തന്നെ നടത്തിയത്. അതും പുടിനും അതുപോലെ തന്നെ കിം ജോങ് ഉന്നും ഉൾപ്പെടെ 27 രാഷ്ട്രത്തലവന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു ചൈനയുടെ ശക്തി പ്രകടനം എന്ന് പറയുന്നത്. ഇതിൽ അവർ ഭൂഖണ്ഡാന്തര മിസൈലുകൾ, അതുപോലെ തന്നെ പ്രത്യേക ലേസറുകൾ, അതുപോലെ ഡ്രോണുകൾ ഉൾപ്പെടെ അത്യാധുനികമായി അവർ ഇതുവരെ പുറം ലോകം കാണിക്കാതിരുന്ന പല ഉപകരണങ്ങളും അവരിവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി, പലതിൻ്റെയും പരീക്ഷണം നടത്തുകയുണ്ടായി. ഇതിലൂടെ ഇപ്പോൾ ചൈന അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പരോക്ഷമായിട്ടുള്ള മുന്നറിയിപ്പ്, അന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തങ്ങളെക്കാൾ ശക്തരായിട്ടുള്ള ജപ്പാൻ വന്നപ്പോൾ തങ്ങൾ ചെറുത്തു തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും അമേരിക്ക തങ്ങളെ നേരിടാൻ വന്നാൽ അതിനൊന്നിനും തങ്ങൾ കീഴ്പ്പെടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ചൈന നൽകുന്നത്. അത് ഷീ ജിൻപിങ് ഇന്ന് പറയുകയുണ്ടായിരുന്നു. പാശ്ചാത്യ ശക്തികൾക്ക് നൽകുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഷീ ജിൻപിങ്ങിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് ചൈന ആരെയും ഭയക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ സൈനിക പ്രദർശനം നടത്തിക്കൊണ്ട് ഷീ ജിൻപിങ് പറഞ്ഞത്. ഇത്തരത്തിൽ ചൈനയും റഷ്യയും ഇന്ത്യയും കൈകോർത്തുകൊണ്ടുള്ള ഒരു പുതിയ ലോകക്രമം, ഇത് ഇപ്പോൾ അമേരിക്ക ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ താരിഫ് യുദ്ധത്തിന് ബദലായിട്ടാണ് ഈ ഒരു പുതിയ സഖ്യം രൂപപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, അമേരിക്കയുമായി ഇന്ത്യ ഇപ്പോൾ പ്രതിവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് $87 ബില്യൺ കച്ചവടമാണ്. അതിൽ തന്നെ മുൻപന്തിയിലുള്ളത് വസ്ത്രവ്യാപാരം, അതുപോലെ തന്നെ ആഭരണങ്ങൾ, വജ്രങ്ങൾ എന്നിവയുടെ കച്ചവടം, അതുപോലെ തന്നെ മെഷീനറി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. ഇവയിലുണ്ടാകുന്ന നഷ്ടം നികത്താൻ ചൈനയുമായും റഷ്യയുമായും ഉണ്ടാക്കുന്ന വ്യാപാരം കാരണം ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ്. എന്നാൽ ഇതൊക്കെ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം, ഇന്ത്യയുടെ മൊത്തം വിദേശ എക്സ്പോർട്ടിൻ്റെ 17.9% അമേരിക്കയുമായി ഇന്ത്യ നടത്തുന്ന കച്ചവടം. എന്നാൽ ചൈനയുമായി ഇന്ത്യ നടത്തുന്ന എക്സ്പോർട്ട് ഇന്ത്യയുടെ മൊത്തം എക്സ്പോർട്ടിൻ്റെ വെറും 3.9% മാത്രമാണ്. അതായത് വെറും 18.1 ബില്യൺ ഡോളറിൻ്റെ. അതും ഇന്ത്യ പ്രധാനമായിട്ടും ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് കെമിക്കലുകൾ, അതുപോലെ തന്നെ മിനറൽസ്, മെഷീനറി ഉപകരണങ്ങൾ, മെറ്റലുകൾ എന്നിവയാണ്. പ്രധാനമായിട്ടും അമേരിക്കയുടെ ഈ തീരുവ യുദ്ധം കാരണം തൊഴിൽ നഷ്ടം ഉൾപ്പെടെ സംഭവിക്കുന്ന തുണി മേഖല, വസ്ത്രവ്യാപാര രംഗത്തിൻ്റെ നഷ്ടം നികത്താൻ ചൈനയുമായിട്ടുള്ള വ്യാപാരം കൊണ്ട് ഇന്ത്യക്ക് സാധിക്കില്ല. ചൈനയുമായി ഇന്ത്യ നടത്തുന്ന തുണിത്തരങ്ങളുടെ കച്ചവടം വളരെ കുറവാണ്. തുണിത്തരങ്ങളുടെ കച്ചവടം വെറും $1.13 ബില്യൺ കച്ചവടം മാത്രമേ ചൈനയുമായിട്ടുള്ളൂ. എന്നാൽ അമേരിക്കയുമായി $10 ബില്യൺ കച്ചവടമാണ് തുണിത്തരങ്ങളുടെ കാര്യത്തിൽ മാത്രമുള്ളത്. റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാരം എന്ന് പറയുന്നത് വെറും $4.05 ബില്യൺ മാത്രമാണ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടും മുൻപന്തിയിലുള്ളത് ഇത്തരത്തിൽ കെമിക്കലുകളും മെഷീനറി ഉപകരണങ്ങളും മാത്രമാണ്. തുണിത്തരങ്ങളൊന്നും ഒട്ടും തന്നെ കയറ്റുമതി ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു വ്യാപാര ബന്ധം, പുതിയൊരു ഈ ഒരു ശക്തിപ്പെടൽ കാരണം ചൈനയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കും വലിയ രീതിയിൽ നേട്ടമുണ്ടാകും
ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചൈനയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നത് മൊത്തം $125 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. ചൈനയുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് മാത്രം ഇന്ത്യ മൊത്തം 66.1 ബില്യൺ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ 59.7 ബില്യൺ ഉൽപ്പന്നവും ഈ ക്രൂഡ് ഓയിൽ അതുപോലെ തന്നെ ഈ എണ്ണ ഉൽപ്പന്നങ്ങളാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാരം മെച്ചപ്പെടുന്നത് കാരണം ഒരു നേട്ടമുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന നേട്ടം ചൈനയുമായി ഉണ്ടാകുന്ന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സൈനികമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. എന്നാൽ ഇന്ത്യ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ GCC രാജ്യങ്ങൾ എന്നിവയുമായിട്ടുള്ള കച്ചവടമായിരിക്കും ഇനി മുന്നോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുക. കാര്യം ആ ബിസിനസ്സുകളാകും ഇന്ത്യക്ക് ഇനി ഒരു ലാഭം നേടിത്തരിക കൂടുതലായിട്ട്. റൈറ്റ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഇനിയുള്ള ലോകക്രമം അത് ഇത്തരത്തിൽ മാറുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഉറ്റുനോക്കുകയാണ് എല്ലാവരും. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇതിലുള്ള ഒരു നീക്കം, ഒരു മധ്യസ്ഥതയൊക്കെ എത്തരത്തിലാണ് ഗുണം ചെയ്യുക, ഇന്ത്യയുടെ സാഹചര്യം എന്താണ്, എക്സ്പോർട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങൾ, വിവരങ്ങൾ അത് വിശദമായി തന്നെ പങ്കുവച്ചത്. ഇനി